അഡ്വക്കേറ്റ് പി.എം. സുരേഷ് ബാബു, നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഒക്കെയാണ് കഴിഞ്ഞ 50 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ഇരിക്കുന്നത്. നോക്കൂ, മുഖ്യമന്ത്രി പിണറായി വിജയന് നമ്മുടെ സിനിമ കാണാൻ വലിയ താല്പര്യം. അദ്ദേഹം പോയി കണ്ടു എമ്പുരാൻ. പക്ഷേ ആ തമ്പുരാന് ഇവരെ വന്നൊന്ന് കാണാനുള്ള മനസ്സ് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം സകുടുംബം ആയിട്ടാണ് സിനിമ കണ്ടത്. പക്ഷേ ഈ വിഷയം ഒന്ന് വിളിച്ച് ചർച്ച ചെയ്യാനുള്ള മനസ്സ് അദ്ദേഹം കാണിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു വാശി, ദുർവാശി ആവശ്യമുണ്ടോ അഡ്വക്കേറ്റ് പി.എം. സുരേഷ് ബാബു? 50 ദിവസമായി ഇന്ന് അവർ മുടിമുറിച്ചാണ് അവരുടെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. ദുർവാശിയാണെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. പക്ഷേ അത് അദ്ദേഹം ആ കാര്യത്തിൽ ഇടപെടുന്നതിനെക്കുറിച്ച് ആലോചിക്കാത്തത് ദുർവാശിയാണ് എന്ന നിഗമനത്തിലെത്താൻ ഞാൻ തയ്യാറാകുന്നുമില്ല. കാരണം ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് മന്ത്രിമാരും മന്ത്രിമാരുടെ വകുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരാൾ കൊണ്ട് തീരുന്നില്ല, അങ്ങ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യമുണ്ട് എന്ന ഒരു ഘട്ടം വരുമ്പോൾ, അല്ലെങ്കിൽ എന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്താണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. കേരളത്തിൻ്റെയോ നമ്മുടെ ഇതര സംസ്ഥാനങ്ങളുടെയോ ചരിത്രത്തിൽ സമരപ്പന്തലിലേക്ക് മന്ത്രിമാർ പോയി ആളുകളെ കണ്ട് സംസാരിക്കുന്ന കാര്യവും നമ്മുടെ പഴയ കീഴ്വഴക്കങ്ങളിൽ നിന്നും പെട്ടതായി എൻ്റെ ഒരു അനുഭവത്തിലില്ല. തെറ്റാണെങ്കിൽ ഞാൻ തിരുത്താം. അതുകൊണ്ട് അദ്ദേഹം അവരെ പോയി കണ്ടില്ല. അദ്ദേഹത്തിന് അങ്ങോട്ട് വിളിപ്പിക്കാം, ഒന്നുകിൽ സെക്രട്ടേറിയറ്റിലേക്ക് വിളിപ്പിക്കാം, അല്ലെങ്കിൽ ക്ലിഫ് ഹൗസിലേക്ക് വിളിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞ അതുകൊണ്ട് അതെ. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയാണ്. അതാണെങ്കിൽ അങ്ങനെ നോക്കാം, അതിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മന്ത്രിയെ പോയി കണ്ടു. മന്ത്രിയെ പോയി കണ്ടപ്പോൾ മന്ത്രിയോട് അവർ പറഞ്ഞത് അല്ല, ഞങ്ങൾക്ക് നേരിട്ട് അവർ യൂണിയൻ്റെ നേതാക്കന്മാർ പറഞ്ഞപ്പോൾ അതുപോരാ, ഞങ്ങൾക്ക് ഈ സമരത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് കാണണമെന്ന് പറഞ്ഞു. അവരെയും കണ്ടു. അവർ പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് വേതന വർധനവ് കയ്യിൽ കിട്ടാതെ ഞങ്ങൾ ഈ സമരം പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഖണ്ഡിതമായി അവിടെ പറഞ്ഞപ്പോഴാണ് പിന്നീട് അവർക്ക് വേതന വർധനവ് കൊടുക്കുവാൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നേരെ മറിച്ച് അത് ഇതൊരു ഗവൺമെന്റിന്റെ നിവൃത്തി ഇല്ലാന്ന് താങ്കൾ പറഞ്ഞു. ബാക്കി എല്ലാത്തിനും പണമുണ്ടല്ലോ സാർ, ദൂർത്തടിക്കാൻ പണമുണ്ടല്ലോ, വാരിക്കോരി കൊടുക്കുകയല്ലേ. ഇപ്പം മുഖ്യമന്ത്രിയുടെ 2ാം കേരള യാത്ര ആരംഭിക്കുകയാണല്ലോ. നവകേരള സദസ്സിൻ്റെ 2ാം എഡിഷൻ അല്ലേ, അത് തുടങ്ങാൻ പോവല്ലേ. ആദ്യത്തെ എഡിഷൻ നവകേരള സദസ്സ്, അത് എന്ത് ചലനമാണ് ഉണ്ടാക്കിയത്? ആ നവകേരള സദസ്സിൽ ഉയർന്നു വന്ന പരാതികൾക്ക് എന്ത് പരിഹാരമാണ് നിങ്ങൾ ഉണ്ടാക്കിയത്? ആ നവകേരള സദസ്സിന് നിങ്ങൾ എത്ര കോടികളാണ് സാർ ചെലവഴിച്ചത്? ഇവരധികമൊന്നും ചോദിക്കുന്നില്ലല്ലോ. ഇല്ല, അതൊന്നും ചോദിക്കുന്നില്ല. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇങ്ങനെയാണ്. 1ാം കേരള സദസ്സാണ് യാത്രയാണ് നടന്നത്, നവകേരള യാത്ര നടന്നെങ്കിൽ അതിൽ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടാത്ത സാഹചര്യമുണ്ടപ്പോൾ വീണ്ടും 2ാമത് ഒന്നുകൂടി നടത്തുന്നു എന്ന് മാത്രം അതിനെ കണക്കാക്കിയാൽ മതി. നമുക്കിപ്പോൾ രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എനിക്ക് മുമ്പേ സംസാരിച്ച അദ്ദേഹം, ഞാൻ പകുതിയിൽ ചേർന്നത് എനിക്ക് അദ്ദേഹത്തിന് ആരാണെന്ന് മനസ്സിലായില്ല. ഈ സമരം രാഷ്ട്രീയമായി വിജയിച്ചിരിക്കുന്നു. ഷാജി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ സമരം രാഷ്ട്രീയമായി വിജയിച്ചിരിക്കുന്നു. 2026 തെരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെൻറ് നിലം പത്താൻ പോവുകയാണ്, അത് തീരുമാനമെടുത്തു കഴിഞ്ഞു, നിങ്ങൾ എഴുതി വെച്ചോളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഞാനത് എഴുതി വെക്കാൻ തയ്യാറാവുകയാണ്. ആ തരത്തിലാണെങ്കിൽ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നത് മുഴുവൻ രാഷ്ട്രീയമായ പിന്തുണയാണ്. ആ രാഷ്ട്രീയമായ പിന്തുണയിൽ ഇപ്പോൾ ഈ സമരവിരുദ്ധർ എന്ന് പറയുന്ന LDFൻ്റെ ആളുകൾക്ക് പരാജയം സംഭവിച്ചിരിക്കുന്നുവെങ്കിൽ അതാണല്ലോ സമരത്തെ അനുകൂലിക്കുന്ന ആളുകൾ പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്തിനാണ് ഇത്ര വേവലാതിപ്പെടുന്നത്? ഇതിങ്ങനെ നടക്കട്ടെ എന്ന് വെക്കുകയല്ലേ വേണ്ടിയിരുന്നത്. പക്ഷേ LDFനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴീ സമരം ആ രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നതിനല്ല, ഗവൺമെൻറ്റുമായി, കേന്ദ്ര ഗവൺമെൻറ്റുമായി, യൂണിയൻ ഗവൺമെൻറ്റുമായി സംസാരിച്ച് ഇവരുടെ വേതനത്തിൽ കേന്ദ്ര സ്പോൺസേഡ്, ഇതൊരു സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ് എന്നത് കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ലല്ലോ.
അപ്പോൾ അവരുടെയും കൂടെ അഭിപ്രായം മറ്റിതര സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന ഈ കേരള സംസ്ഥാനമാണ് കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും 1-2 സംസ്ഥാനങ്ങൾ അവിടെയും ഇവിടെയും ചെറിയ അംഗങ്ങളെ വെച്ചുകൊണ്ട് 10, 100 അല്ലെങ്കിൽ 10, 1000 ആളുകളെ വെച്ചുകൊണ്ടുള്ള ഒരു വർധനവിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ചിലപ്പോഴൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇത്രയധികം 25,000-ത്തിലധികം വരുന്ന ആളുകളെയും അവർക്ക് കൊടുക്കുന്ന വേതനത്തെയും സംബന്ധിച്ചിടത്തോളം മറ്റിതര സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്താൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് ഇവർ തൃപ്തരാകണമെന്നോ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിന് അത് മതിയാണെന്നോ എന്ന ഒരു നിഗമനവും ഒരു വാദഗതിയും എൻ്റെ ഭാഗത്തില്ല. അവർക്ക് ഇനിയും ധാരാളം പണം കിട്ടേണ്ടതുണ്ട്. ജീവിതത്തിന് ആവശ്യമായ പണം ഈ വേതനത്തിൽ ലഭ്യമാകുന്നില്ല എന്നത് തന്നെയാണ് എൻ്റെ മുമ്പിലുള്ളത്. പക്ഷേ അത് ഒരു രാഷ്ട്രീയ യുദ്ധമാക്കി മാറ്റുമ്പോൾ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ ചെറുത്തുനിൽപ്പുണ്ടാകും. ആ രാഷ്ട്രീയമായ യുദ്ധമാവുകയും ആ രാഷ്ട്രീയമായ രാഷ്ട്രീയ യുദ്ധമാണ് എന്ന് പറയുന്നു. ആ സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചവരുണ്ട്. ഇപ്പോൾ CITU യൂണിയനിൽപ്പെട്ടവർ പോലും ഉണ്ട്. CPMകാർക്ക് വോട്ട് ചെയ്തവരുണ്ട്. എല്ലാവരും ഉണ്ട് സാർ. അല്ലാതെ പ്രതിപക്ഷത്തിരിക്കുന്ന BJPക്കാരോ അല്ലെങ്കിൽ UDFകാരോ കോൺഗ്രസ്സുകാരോ അല്ല ഈ സമരത്തിലുള്ളത്. നിങ്ങളെ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയവരും ആ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എനിക്കാ വാദഗതിയില്ല. പക്ഷേ ഇതൊരു രാഷ്ട്രീയ സമരമാണെന്നും ആ രാഷ്ട്രീയ സമരത്തിൻ്റെ ഭാഗത്ത് ഈ സമരത്തിൻ്റെ വിരുദ്ധരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് സമരത്തിനെ അനുകൂലിക്കുന്ന ആളുകൾ വിജയിച്ചിരിക്കുന്നുവെന്നും അത് ഈ ഗവൺമെന്റിന്റെ പതനത്തിന് 2026 സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞു വെച്ചിരിക്കുന്ന രാഷ്ട്രീയത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ ഇതിനകത്ത് ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരനുമില്ല, ഒരൊറ്റ മറ്റു പാർട്ടിക്കാരുമില്ല. അവരൊക്കെ മറ്റൊരാണ് എന്നല്ല അർത്ഥം. തൊഴിലാളികളല്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു തൊഴിലെടുപ്പല്ലേ തൊഴിലല്ലേ നടത്തുന്നത്. തൊഴിലാളികൾ എന്നതിലുപരി അവരൊക്കെ സ്ത്രീകളാണ് സാർ. ആ സ്ത്രീകളോട് വലിയ ആഭിമുഖ്യം കാണിക്കുന്ന ഒരു സർക്കാർ എന്നല്ലേ കൊട്ടിഘോഷിക്കുന്നത് അല്ലേ? ആണ്. ആഭിമുഖ്യം എന്തുകൊണ്ട് ആശമാരോടില്ല? പെരുമാറുന്ന ഒരു ഗവൺമെന്റ് ആണ് എന്ന് വെച്ചാൽ അത് വെച്ചുകൊണ്ട് സർക്കാരിന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് നമുക്കാർക്കെങ്കിലും പറയാൻ കഴിയുമോ? അവിടെ വെക്ക് നമുക്ക് ഈ സമരത്തിനെ കുറിച്ച് ഈ പറയുന്ന ആശാപ്രവർത്തകന്മാർക്ക് ആശാ വർക്കർമാർ എല്ലാം കഴിയുന്നില്ല എന്നുള്ളതല്ലേ മറ്റിതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയല്ലേ ശ്രീ അനിൽ നമ്പ്യാർ? എന്തൊക്കെ പാഴ്ചിലവുകൾ സാർ, എന്തൊക്കെ ദുർവ്യയം, എന്തൊക്കെ ധൂർത്ത് ഈ രാജ്യത്ത് നടക്കുന്നു. താങ്കൾ അതൊന്നും കാണുന്നില്ലേ? അല്ല, ഈ ധൂർത്ത് എന്ന് പറയുന്ന കാര്യത്തിന് അതൊരു ആപേക്ഷികമായ ഒരു വസ്തുതയാണ്. അങ്ങയുടെ കണ്ണിൽ കാണുന്ന ധൂർത്ത് എന്റെ കണ്ണിൽ അത് പാഴ്ചെലവല്ല. അല്ല, ഞാൻ ഒറ്റക്കാര്യം ചൂണ്ടിക്കാണിച്ചോട്ടെ. ഇവർ സമരം നടത്തുമ്പോഴല്ലേ സാർ PSC ചെയർമാൻ്റെ അതുപോലെ അംഗങ്ങളുടെയൊക്കെ ശമ്പളം കൂട്ടിക്കൊടുത്തത്? എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത്രയും വലിയൊരു PSC ഉണ്ടോ സാർ? ഉണ്ടോ? മാത്രമല്ല, ഇത്രയും വാരിക്കോരി കൊടുക്കുന്ന ശമ്പള ഇനത്ത് വാരിക്കോരി കൊടുക്കുന്ന വേറൊരു സംസ്ഥാനം ഉണ്ടോ സാർ? ഉണ്ടോ? ഇതൊക്കെ ധൂർത്തല്ലാതെ പിന്നെന്താ? ഇതൊക്കെ പാഴ്ചെലവല്ലാതെ പിന്നെന്താ? അല്ല, ഞാൻ എന്നെ ഒന്ന് പറയാൻ അനുവദിക്കാനില്ല നമ്പ്യാർ. ഞാൻ പറയാം. ഈ PSCയെ സംബന്ധിച്ചിടത്തോളം 11 വർഷങ്ങൾക്ക് മുമ്പ് 10 വർഷങ്ങൾക്ക് മുമ്പ് വർദ്ധിപ്പിച്ച അല്ലെങ്കിൽ നിലവിലുള്ള ശമ്പളത്തിന് ഒരിക്കൽ പോലും വർധനവില്ലാതിരുന്നത് ആനുപാതികമായ വർധനവാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. അംഗങ്ങളുടെ എണ്ണം കൂട്ടണോ കുറക്കണോ എന്നുള്ളതിനെ കുറിച്ച് അതിൽ UDFന്റെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അവർക്ക് ചെയ്യാമായിരുന്നല്ലോ, അവർ ചെയ്തിട്ടില്ലല്ലോ. അങ്ങയോടൊപ്പം നിൽക്കുന്നവരല്ലേ ഇപ്പോ UDFന്റെ ആളുകള്. അംഗങ്ങളുടെ ഓരോരുത്തരുടെയും ജോലി ഭാരത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പ്രത്യേകമായ ഒരു ദിവസം ഇത് വെച്ച് ചർച്ച ചെയ്യാം. അല്ലല്ല,
അതല്ലല്ലോ ഞാൻ പ്രതീക്ഷിക്കുന്നതല്ലല്ലോ. അതിലേക്ക് അങ്ങനെ കൊണ്ടുപോകണ്ട. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ PSC വർധനവാണ്, PSCയിലെ സ്റ്റാഫിനുള്ള മെമ്പർമാർക്കുള്ള വർധനവാണ് ഈ ആശാ വർക്കർമാരുടെ ശമ്പള വർധനവിന് വേണ്ടിയുള്ള ന്യായീകരണത്തിന് ഉപയോഗിക്കുന്നത് എന്നത് സമീപനത്തോട് ഞാൻ വിയോജിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല, അതുകൊണ്ടല്ല. അതിൻ്റെതായ കാരണങ്ങളും ന്യായങ്ങളും ന്യായയുക്തവും നമുക്കൊരു ദിവസം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കാം. അതിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് അതിന്റെ കാരണങ്ങൾ എന്നത്. ഇവിടെ അതല്ല, ഇവർക്ക് ശമ്പളം കിട്ടണ്ട എന്ന ഒരു വാദഗതിയും ഗവൺമെന്റിനില്ല, ഇടതുപക്ഷത്തിനില്ല, എനിക്കുമില്ല. അവർക്ക് കിട്ടണം. കിട്ടേണ്ടുന്നതായ കാര്യങ്ങൾക്ക് പോകേണ്ടുന്നതായ മാർഗങ്ങളിലൂടെ നമുക്ക് പോകണം. അതല്ലാതെ ഇതിന്റെ സെക്രട്ടേറിയറ്റിനകത്ത് കയറി അല്ലെങ്കിൽ ക്ലിഫ് ഹൗസിനകത്തേക്ക് കയറി അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ ബസ്സിലേക്ക് കയറി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നാണോ? വളരെ സമാധാനപരമായിട്ടല്ല അവരിപ്പോൾ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരേത് രീതിയിലാണ് ഇനി പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? താങ്കൾ ഇപ്പോൾ നടത്തിയ സ്റ്റേറ്റ്മെന്റിലൂടെ താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താ അവർ മുട്ടുമടക്കണം എന്നാണോ? അവർ ഈ സമരം അവസാനിപ്പിച്ച് പിന്തിരിഞ്ഞു പോയാൽ പിന്നീട് ചർച്ചയാവാം എന്നാണോ? എൻ്റെ ഉത്തരം അങ്ങ് എനിക്ക് തരില്ല. അത് മനസ്സിലാക്കുവാനുള്ള വിവേകം എനിക്കുണ്ട്. എന്നിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കേണ്ടുന്ന ഒരു ഉത്തരം താങ്കൾ എനിക്ക് തന്നിട്ട് അതിൻ്റെ യെസും നോയും പറയിപ്പിച്ചിട്ട് ഇതാണെന്ന് പറയിപ്പിക്കാനും ആ ട്രാപ്പിൽ വീഴാനും ഞാനില്ല. അതിൽ നമ്മൾ രണ്ടുപേരും വളരെ അടുത്ത സ്നേഹിതന്മാരും അടുത്ത പ്രദേശക്കാരുമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് വേണ്ട. ഞാൻ പറയുന്ന വസ്തുത ഇതാണ്, ഇത്ര മാത്രമേ ഉള്ളൂ. അനിൽ നമ്പ്യാർ, ഈ സമരത്തിന്റെ ധാർമ്മികമായ പിന്തുണ LDFന് ഈ വർക്കർമാരോടുണ്ട്. അതിന് പോകേണ്ടുന്ന ചില വഴികളും ഉണ്ട്. അത് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ മന്ത്രി നിയമസഭക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന രീതിയിൽ നമുക്കിതിനെ കൈകാര്യം ചെയ്യണം, ഇന്നതാണ് ഇന്നത്തെ അഖിലേന്ത്യാ തലത്തിലുള്ള മറ്റിതര സംസ്ഥാനങ്ങളുടെ അവസ്ഥ. അത് വെച്ചുകൊണ്ട് നമുക്ക് ഗവൺമെന്റുമായി, കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച ചെയ്ത് യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള ആനുകൂല്യങ്ങളും കൂടി നേടിയെടുത്ത് നമുക്ക് ഇവർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ നയം. ഇവരെ വഴിയാധാരമാക്കണമെന്നോ ഇവർ പറയുന്ന കാര്യത്തിൽ അവർക്ക് ശമ്പള വർധനവ് വേണമെന്ന കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനാവശ്യ ഡിമാൻഡാണെന്നോ എന്നൊന്നും LDFന് അഭിപ്രായമില്ല. അവർക്ക് ശമ്പളം കിട്ടണം. കിട്ടുന്നതിന് ആവശ്യമായ നടപടികളിലേക്ക് നമുക്ക് നീങ്ങണം.